ലെസ്ബിയൻ കപ്പിൾസിന്റെ റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇല്ല, ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാനും പറയും എൻ്റെ വീട്ടിൽ കയറ്റില്ല. സീരിയസ്ലി ഈ ഒരു കമ്മ്യൂണിറ്റി എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. ആഫ്റ്റർ ലോങ് ടൈം ബ്രേക്ക് ഐ എം ഹിയർ. ഓക്കെ, നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് LGBTQIA+ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ സിസ്റ്റം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താണ് LGBTQIA+ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയെ കുറിച്ച് എനിക്കൊരു മാങ്ങാത്തോലി എനിക്കറിയത്തില്ല. സീരിയസ്ലി എനിക്കറിയത്തില്ല. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് വർഷങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു 2 or 3 years മുന്നേ റിയ സലീമിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഷോർട്സ് ആയിട്ട് യൂട്യൂബിൽ. അപ്പോൾ ഈ യൂട്യൂബിൽ കണ്ട ഷോർട്സിനകത്ത് അദ്ദേഹം പറയുന്ന വേറെ വാക്കുകൾ എങ്ങനെയാണ്, ഈ LGBTQIA+ എന്ന് പറയുന്ന ഈ കമ്മ്യൂണിറ്റി ഒരു 200+ ഉണ്ടെന്ന്. അത് ഏതൊക്കെയാണെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല, എനിക്കും അറിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് രാവിലെ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇപ്പം ആദ്യം കാണിച്ച വീഡിയോ ഞാൻ കണ്ടത്. അതിനുശേഷം പിന്നീട് ഈ വരുന്ന റീൽസൊക്കെ എന്ന് പറയുന്നത് ഏകദേശം ഇതൊരു ടൈപ്പ് ഓഫ് റീൽസാണ്. അപ്പോൾ എന്താണ് LGBTQIA+ എന്നറിയാൻ എനിക്കൊരു ആകാംക്ഷ. അപ്പോൾ സ്വാഭാവികമായും ഞാൻ ChatGPT ഗൂഗിൾ അസിസ്റ്റൊക്കെയാണ്, അതായത് ജെമിനിയൊക്കെയാണ് ആശ്രയിക്കുന്നത്. ഞാൻ ചോദിച്ചു, അപ്പോൾ കിട്ടിയ മറുപടി ഇങ്ങനെയാണ്: LGBTQIA+ ഈസ് ആൻ അബ്രിവേഷൻ ഫോർ ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ക്യൂർ ഓർ ക്വസ്റ്റ്യനിങ്, ഇൻ്റർസെക്സ്, അസെക്ഷൽ, മോർ. ഈ മോർ എന്ന് പറയുന്നത് ഈ കാറ്റഗറിക്ക് ശേഷം ഒരു 200+ കാറ്റഗറീസ് ഉണ്ട് എന്നാണ്. അതായത് സമൂഹത്തിന് വരെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല, ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സമൂഹത്തിന് എന്ത് തരം, അതായത് വരുന്ന തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് എന്ത് തരം ഇൻഫ്ലുവൻസാണ് ഇവർ ഇതിൽ നിന്ന് കൊടുക്കുന്നത് എനിക്കറിയത്തില്ല. മനുഷ്യരാശി നിലനിൽക്കണമെങ്കിൽ അവിടെ റീപ്രൊഡക്ഷൻ സിസ്റ്റം സംഭവിക്കണം. ഈ റീപ്രൊഡക്ഷൻ ഇല്ലാത്ത കാലത്തോളം എങ്ങനെയാണ് മനുഷ്യരാശി നിലനിൽക്കുക? ഇത്തരം കാര്യങ്ങൾ നോർമലൈസ് ചെയ്തുകൊണ്ടിരുന്നു. അതായത് LGBTQIA+ എന്ന് പറയുന്ന ഈ കമ്മ്യൂണിറ്റിയെ നോർമലൈസ് ചെയ്ത് സംസാരിക്കുന്നവരോട് മാത്രമായിട്ടൊരൊറ്റ ചോദ്യം: നിങ്ങൾ എന്തിനാണ് ഈ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇതിനകത്ത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ സിസ്റ്റം എന്താണെന്ന് നിങ്ങൾ അറിയണം. അതായത് റീപ്രൊഡക്ഷൻ ഈസ് എ കോംപ്ലക്സ് സെക്ഷൽ ബയോളജിക്കൽ പ്രോസസ് ഇൻവോൾവിംഗ് ദ ഫ്യൂഷൻ ഓഫ് എ മെയിൽ ഗാമറ്റ് ആൻഡ് ഫീമെയിൽ ഗാമറ്റ് ടു ക്രിയേറ്റ് എ ന്യൂ ലൈഫ് എന്നാണ്. അതായത് ഒരു പുരുഷനും ഒരു സ്ത്രീക്കും മാത്രമേ റീപ്രൊഡക്ഷൻ സിസ്റ്റത്തിലേക്ക് ഏർപ്പെടാൻ കഴിയുള്ളൂ. എന്നാൽ മാത്രമേ പുതിയൊരു ലൈഫ് ഉണ്ടാകത്തുള്ളൂ. ഒരു പുതിയ കുട്ടി ജനിക്കുന്നതിലൂടെ പുതിയൊരു തലമുറ കൂടി ഉണ്ടാവുകയാണ്. ഇതേ സമയം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന LGBTQIA+ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്ക് എന്താണ് ഇവിടെ ഇൻഫ്ലുവൻസ് കൊടുക്കാൻ പറ്റുമെന്ന് പറയാം. അതായത് ഒരു സ്ത്രീയും സെക്ഷുവൽ ഇൻവോൾവ് ആയി എന്ന് ചിന്തിക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാലും അവിടെ റീപ്രൊഡക്ഷൻ നടക്കുന്നില്ല. അതേസമയം ഒരു പുരുഷനും സെക്ഷലി ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ അവിടെ ഒരു റീപ്രൊഡക്ഷൻ നടക്കുന്നില്ല. അപ്പോൾ ഇവിടെ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ, മനുഷ്യരാശി നിലനിന്ന് പോകണമെങ്കിൽ ഇവിടെ ഒരു സ്ത്രീയും പുരുഷനും തന്നെ വേണം. സ്ത്രീയും പുരുഷനും ഉണ്ടെങ്കിൽ മാത്രമേ റീപ്രൊഡക്ഷൻ നടക്കുന്നുള്ളൂ. അത് മനുഷ്യനിൽ എന്നല്ല, ഭൂമിയിലെ എല്ലാ മൃഗങ്ങളിലും സംഭവിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഭൂമിയിൽ മനുഷ്യരാശി നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ അവരെ ഒഴിവാക്കേണ്ടി വരും. ഇതിൽ മനുഷ്യരാശി നിലനിൽക്കണമെന്ന ചിന്തയിലാണ് ചൊവ്വയിൽ റിസർച്ചുകൾ നടത്തുന്നത്, കോളനിവൽക്കരണം നടത്താനുള്ള പ്ലാനുകൾ നടത്തുന്നത്. നമ്മൾ മനുഷ്യനാണ്, ആസ് എ നോർമൽ ഹ്യൂമൻ ബീങ്. എനിക്ക് ഇത്ര ഒരു കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. ഇത്ര ഒരു കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ മാതാപിതാക്കളോട് ചെയ്യുന്നതിൻ്റെ തെറ്റാണ്. കാരണം അവർ ചിന്തിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളും അവർ ചിന്തിച്ചത് കൊണ്ടാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പം ഈ ഒരു കാര്യത്തിൽ, അതായത് സെക്ഷൽ ലൈഫിൽ മുന്നോട്ട് പോകാനുള്ള താല്പര്യം ഉണ്ടായി എന്ന് വരില്ല. ഓക്കെ, ഇതിനെ നോർമലൈസ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഇതിൻ്റെ വ്യാപ്തി എത്തിക്കുമ്പോൾ ഇവിടെ നശിക്കപ്പെടുന്നത് ഒരു ജനറേഷൻ കൂടിയാണ്, പുതിയൊരു ജനറേഷൻ കൂടിയാണ്. അതും മനസ്സിലാക്കുക, സ്വയം ചിന്തിക്കുക, മനുഷ്യൻ ഭൂമിയിൽ നിലനിൽക്കണമോ വേണ്ടയോ എന്ന്. നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? LGBTQയെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ സോ നാച്ചുറലി വളരെ കുറച്ച് വർഷങ്ങൾക്ക് കൊണ്ട്, അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വർഷങ്ങൾ അത്ര പോലും എത്തില്ല. ചിലപ്പോൾ നിങ്ങളിലൂടെ ആയിരിക്കും ഭൂമിയിലെ അവസാന തലമുറ.